ഈ 10ാമത്തെ വർഷം തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കാണിക്കുന്ന ഈ നാടകങ്ങളോട് സഹകരിച്ചാൽ ഞങ്ങളെക്കുറിച്ച് ജനങ്ങൾ എന്ത് വിചാരിക്കും? ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് കാര്യമായിട്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വെച്ചല്ലോ, ഞങ്ങൾ അവിടെ പോയി ഫുൾ സപ്പോർട്ട് കൊടുത്തല്ലോ. വ്യവസായ വികസനത്തിന് വേണ്ടി, സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടി മേജറായിട്ട് എതിർത്തിട്ടുള്ള ചില കാര്യമുള്ളൂ. എന്താണ് ഞങ്ങൾ എതിർത്തത്? കേരളയിൽ എതിർത്തു, ഇപ്പോഴും എതിർക്കും. കേരളയിൽ കൊണ്ടുവരട്ടെ, ഞങ്ങൾ എതിർക്കും. അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കും, സാമ്പത്തികമായി തകർക്കും. അല്ലാതെ തന്നെ അതുവഴി ഉണ്ടാകുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും. അല്ലാതെ ഇതുപോലത്തെ നാടകങ്ങൾക്ക് ഞങ്ങളെന്തിനാ കൂട്ടുനിൽക്കണം? ഞങ്ങളെന്തിനാണ് മുഖ്യമന്ത്രി പരിഹാസപാത്രമായ പോലെ പ്രതിപക്ഷം പരിഹാസപാത്രമാവേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് കൃത്യമായി കേരളത്തെ വികസനത്തെക്കുറിച്ച് ധാരണകൾ ഞങ്ങൾ അവതരിപ്പിക്കും. ജനുവരി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്? വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യും? മലയോരത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? തീരദേശത്ത് എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ കൃത്യമായി പറയും. കേരളം സാമ്പത്തികമായി തകർന്ന ഈ കേരളത്തെ രക്ഷിക്കാൻ UDF-ന് പദ്ധതികളുണ്ട്. അതൊക്കെ ഞങ്ങൾ ജനുവരി പറഞ്ഞോളാം. ജനുവരിയിൽ ഞങ്ങൾ പറയാം. ഇത് 10 കൊല്ലം ഭരിച്ച് കേരളത്തെ നശിച്ച് നാറാണക്കല്ല് പോലെയാക്കി തകർത്ത് തരിപ്പണമാക്കി ഇട്ട് ഇവര് പോവാണ്. എന്നിട്ട് പോക്കാണ് നമ്മളെ വികസനത്തെ കുറിച്ച് നമുക്ക് ക്ലാസ് നമ്മൾ ചെന്നില്ല എന്ന് പറയുന്നത്. ഒരർത്ഥമില്ല. കാപട്യമാണ് മുഴുവൻ.